ഞാൻ ഓഫീസിൽ നിന്ന് പതിവിലും നേരത്തെ ഇറങ്ങി. ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിനെ ഉലച്ചുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ കാറോടിച്ച് ഞാൻ ഫ്ലാറ്റിലെത്തി. ബെല്ലടിച്ചിട്ടും ഡോറ് തുറക്കാതായപ്പോൾ ഞാൻ അക്ഷയുടെ മൊബൈലിലേക്ക് റിങ് ചെയ്തു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. എൻ്റെ കയ്യിലെ കീ കൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഒരു നീളമുള്ള ഹാളിലെ കറുത്ത സോഫയിൽ എൻ്റെ അക്ഷരയുടെ ഹാൻഡ് ബാഗ് ഇരിക്കുന്നുണ്ട്. ഞാൻ അടുത്തെത്തിയപ്പോൾ അവളുടെ മൊബൈൽ അതിൽ കണ്ടു. അവൾ ചിലപ്പോൾ അങ്കിളിൻ്റെ ഒപ്പം പുറത്തു പോയതായിരിക്കും. ഞാൻ അങ്കിളുടെ ഫോണിലേക്ക് കൂടി ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ചു. ഒരു തവണ ഫുള്ള് റിങ്ങായിട്ടും എടുത്തില്ല. അടുത്ത തവണ എൻ്റെ കോള് കണക്റ്റ് ആയപ്പോൾ റോയി അങ്കിൾ നല്ലതുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഹലോ, എന്താ അങ്കിൾ, ഇതെവിടെയാ? എടാ, ഞാൻ ഷോപ്പിംഗ് മാള് പണി നടക്കുന്നിടത്താ. ആ അല്ലങ്കിൾ, എന്താ നല്ലത് കിതയ്ക്കുന്നത്? അത് സ്റ്റെപ്പ് കയറിയപ്പോൾ കിതക്കും ആജി, അങ്കിൾ പറഞ്ഞു. അങ്കിൾ, അക്ഷര കൂടെ ഉണ്ടോ? ആ ഉണ്ടല്ലോ. അവൾ നന്ദന് എന്തോ പറഞ്ഞു കൊടുക്കുക. നീ എവിടെയാ മോനെ? ഞാനവളെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഓഫീസിൽ നിന്നും വന്നതാ അങ്കിൾ. ആ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങോട്ട് ഇറങ്ങി. അവൾ കാർ ഓടിക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു മൊബൈൽ വീട്ടിൽ വെച്ച് മറന്നു എന്ന്. നിന്നോട് ഒരു മെസ്സേജ് ചെയ്ത് പറയണമെന്നും. ഞാനത് തിരക്കിലങ്ങ് മറന്നുപോയി മോനെ. ആ അത് സാരില്ല അങ്കിൾ. എപ്പോഴാ നിങ്ങൾ തിരിച്ചു വരുന്നത്? ഞങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ വരാം അജയ്. ആ ശരി അങ്കിൾ. ഞാൻ ഫോൺ കട്ട് ചെയ്ത് സോഫയിൽ വെച്ചപ്പോൾ അക്ഷയുടെ ചിരിച്ചു നിൽക്കുന്ന മുഖം എൻ്റെ വാൾപേപ്പറിൽ കണ്ടു. അവളുടെ കണ്ണിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാകും. 26 പേര് ജോലി ചെയ്യുന്ന അവളുടെ അക്ഷനന്ദ ബിൽഡേഴ്സിലെ മിക്ക ജോലിക്കാരും പയ്യന്മാരാണ്. അവർക്കെല്ലാം അക്ഷയുടെ സൗന്ദര്യമെന്ന് കാണാനുള്ള ഭാഗ്യവും ഉണ്ടാകും. ആൾക്കൂട്ടത്തിൽ പോലും അവളുടെ തലയെടുപ്പ് ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ വാൾപേപ്പർ നോക്കി നിന്നു. ഈശ്വര, നന്ദൻ വിളിച്ചു പറഞ്ഞത് സത്യമാണോ? ഞാൻ വല്ലാതെ വിയർത്തു. AC ഓൺ ചെയ്തുകൊണ്ട് സ്വല്പം തണുത്ത വെള്ളം ഞാൻ ഗ്ലാസ്സിലാക്കി കുടിച്ചു. ഞാൻ അജയ്. ഞാനൊരു മെഡിക്കൽ സയൻറ്റിസ്റ്റാണ്. പുതിയതായി വരുന്ന രോഗികൾക്ക് മരുന്നൊക്കെ കണ്ടുപിടിക്കുന്ന ജോലിയാണ് എൻ്റേത്. മിടുക്കനായ എനിക്ക് പഠിത്തം കഴിഞ്ഞപ്പോഴേ ജോലി ലഭിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞങ്ങൾ ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. എൻ്റെ പ്രിയതമ അക്ഷര ഹൈദരാബാദിൽ തന്നെ ഒരു ആർക്കിടെക്റ്റാണ്. സുന്ദരിയും സുഭാഷിണിയുമാണ്. അവളുടെ ഓഫീസിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ഫ്ലാറ്റ് മേടിക്കുമ്പോൾ തന്നെ ഓഫീസ് സ്പേസ് അകത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ ജോലിക്ക് 12 മണിക്കൂറാണ് എൻ്റെ ജോലി സമയം. രാവിലെ പോയാൽ പിന്നെ രാത്രിയാകും വരാൻ. പക്ഷേ ഇന്ന് ഞാൻ അല്പം അപ്സെറ്റായിട്ടാണ് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് നേരത്തെ വന്നത്. ഇപ്പോൾ ഫ്ലാറ്റിൽ കയറി എൻ്റെ അക്ഷരയെ കാത്തിരിക്കുകയാണ്. അക്ഷര ഹൈദരാബാദിൽ പഠിച്ച് വളർന്നവളാണ്. ഞാനൊരു കൊച്ചിക്കാരനുമാണ്. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടവരാണ്. എനിക്കിപ്പോൾ 30ഉം അക്ഷരയ്ക്ക് 27ഉമാണ് പ്രായം. വിവാഹത്തിന് ശേഷം ജോലിക്ക് എളുപ്പത്തിന് വേണ്ടി ഞങ്ങളിവിടെ ഒരു ഫ്ലാറ്റ് മേടിച്ച് താമസം തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 1 വർഷമായി. ഹണിമൂണൊന്നും കാര്യമായി നടന്നില്ല. കാരണം ഞങ്ങൾ വർക്കഹോളിക്കായ 2 വ്യക്തികളാണ്. പക്ഷേ ആ ലൈഫ് മാസത്തിൽ 1-2 തവണ മാത്രം. എനിക്ക് അവൾക്കും ആഗ്രഹമുണ്ടെങ്കിലും മിക്കപ്പോഴും ഒന്നും നടക്കാറില്ല. പിന്നെ അതുമില്ലാതെയായി. പക്ഷേ അവൾക്ക് എന്നോടതിന് സ്നേഹക്കുറവൊന്നുമില്ല. ജോലിയോടൊപ്പം അടുക്കള ഭരണവും അക്ഷര തന്നെയാണ്. നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണിയും പുലാവും എല്ലാം അവൾ ഉണ്ടാക്കും. പാചകം അവൾക്ക് കൈവന്ന കലയാണ്. പാചകം മാത്രമല്ല കേട്ടോ, മറ്റ് കലാപരിപാടികളും അവൾ ഒരു ദേവത തന്നെയാണ്. അതേസമയം ഭർത്താവായ എനിക്കും അവൾ കിട്ടാക്കനിയാണ്. അവസാനമായി ഞാനും അവളും ഒന്ന് കൂടുതലിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളുടേത് മനസ്സിലാകും. ഞങ്ങളുടെ 2nd വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവൾ സ്വർണ്ണ നിറമുള്ള ഒരു സാരിയാണ് ധരിച്ചത്. മൂക്കുത്തേക്ക് കുത്തിക്കൊണ്ട് ദേവസേന തോറ്റുപോകും പോലെ ആയിരുന്നു. ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവൾ ഒരുങ്ങി നിന്നത്. അവൾക്ക് 2-3 ടാറ്റു ഉണ്ടായിരുന്നു, 2 സ്ഥലത്തായിട്ട്. അത് എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല.
അത് എന്താണെന്നും എനിക്കറിയില്ല. ദേവതയാണോ മറ്റെന്തോ ആണോ എന്ന് അവൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അക്ഷരയ്ക്ക് ഹിന്ദു മിത്തോളജിയെ പറ്റി നല്ല ഐഡിയ ഉണ്ട്, പക്ഷേ എനിക്കതില്ല. അവൾക്ക് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ എന്നോട് ലീവ് എടുക്കണ്ടെന്ന് അക്ഷര പറഞ്ഞതുകൊണ്ട് ഞാനും അന്ന് ജോലിക്ക് പോകാമെന്ന് വെച്ചു. വൈകിട്ട് ഒരു കേക്ക് കട്ടെങ്കിലും ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെക്കണം, ഒപ്പം ചെറിയൊരു ഡ്രിങ്ക്സ് അതും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് നന്ദൻ പറഞ്ഞു. നീ തന്നെ പോയി വാങ്ങിക്കോളാൻ ഞാൻ നന്ദനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ ഊണ് കഴിക്കാൻ നേരം നന്ദൻ വിളിച്ചിട്ട് പറഞ്ഞു, കേക്ക് കുപ്പി എല്ലാം ഇവിടെ റെഡിയാണെന്ന്. താനെന്ന് തൻ്റെ സ്പെഷ്യൽ ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കി തരണം, അതുമാത്രമാണ് അവൻ പറഞ്ഞത്. അതും പറഞ്ഞ് അവൻ വെച്ചു. പക്ഷേ 4 മണിക്ക് ഇറങ്ങേണ്ടത് ഞാൻ ജർമ്മനിയിലെ ക്ലയൻറ്റ് മീറ്റിംഗ് നീണ്ടുപോയതുകൊണ്ട് അന്ന് നേരത്തെ ഇറങ്ങാൻ കഴിയാതെ 7 മണിയായി. അക്ഷര ഒരു തവണ വിളിച്ചു, പക്ഷേ ഞാൻ എടുത്തില്ല. നന്ദൻ 2 തവണയും വിളിച്ചു. ഞാൻ ഇറങ്ങാൻ നേരം നന്ദനെ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുവാ നന്ദ, സോറി ലേറ്റായിപ്പോയി. യു ആർ ഓൾവേസ് ലേറ്റ് മാൻ, നന്ദൻ ഫോണിലൂടെ പറഞ്ഞു. ഞാൻ കോളിംഗ് ബെൽ അടിച്ചതും അക്ഷര വന്ന് വാതിൽ തുറന്നു. സത്യത്തിൽ എൻ്റെ കണ്ണടച്ചുപോയി അവളുടെ ഭംഗി കണ്ടപ്പോൾ. ഞാൻ നെട്ടലോടെ പറഞ്ഞു, വാവ്. അവൾ എന്നെ പുണർന്നുകൊണ്ട് പറഞ്ഞു, ഹാപ്പി ആനിവേഴ്സറി അജയ്. ഹാപ്പി ആനിവേഴ്സറി മൈ ലവ്, ഞാനും പറഞ്ഞു. എനിക്ക് കൂടുതൽ സമയം അങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് സോഫയിലേക്ക് വെച്ച് വീണ്ടും അക്ഷരയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ അക്ഷരയെ ഹഗ് ചെയ്യുമ്പോൾ നന്ദനും ഞങ്ങൾ 2 പേരെയും ഒന്നിച്ച് ഹഗ് ചെയ്തു. ഹാപ്പി ആനിവേഴ്സറി ഗൈസ്, അവൻ പറഞ്ഞു. താങ്ക് യുടാ, ഞങ്ങൾ 2 പേരും പറഞ്ഞു. ആ സോറി, ഞാൻ നന്ദനെ പരിചയപ്പെടുത്തിയില്ലല്ലേ. എൻ്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്തും അക്ഷനന്ദ കമ്പനിയുടെ പാർട്ട്ണറുമാണ് ഈ നന്ദൻ. നന്ദൻ ആക്ച്വലി ഒരു എൻജിനീയറാണ്. അവൻ അക്ഷര പഠിച്ച കോളേജിൽ സൂപ്പർ സീനിയറായിരുന്നു. ഇവിടെ അടുത്താണ് താമസം. വിവാഹിതൻ, ലവ് മാരേജ് ആയിരുന്നു എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. 2 കുട്ടികളുമുണ്ട്. കാണാൻ അരവിന്ദ് സ്വാമിയെ പോലെ ഇരിക്കുന്ന അവനെ അക്ഷരയ്ക്ക് വലിയ വിശ്വാസമാണ്. കാണാൻ അങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് ബലം അങ്ങനെയല്ല. ആള് കുറച്ച് ജിമ്മിൻ്റെ ആളാണ്. ഒരിക്കൽ അക്ഷരയുടെ നിർബന്ധത്തിന് വഴങ്ങി നന്ദനുമായി ഒന്ന് മുട്ടി നോക്കിയപ്പോൾ അവൻ്റെ കൈക്കരുത്ത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അന്ന് തുടങ്ങിയതാണ് എനിക്ക് അവനോട് ഒരു അസൂയ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവന് അക്ഷരയ്ക്ക് പറ്റിയ കമ്പനിയാണ്. കാരണം ഞാൻ കഴിക്കാത്തത് കൊണ്ട് അക്ഷരയ്ക്ക് നന്ദനാണ് മിക്കപ്പോഴും കമ്പനി കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസമൊക്കെ അവൾ ഒറ്റയ്ക്ക് കഴിക്കുമായിരുന്നു. ഞാൻ കൂടെ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചിരിക്കും. പക്ഷേ അധികം സംസാരിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് എൻ്റെ കമ്പനി അവൾക്കിഷ്ടമായില്ല. അവൾ 2 കൂടുതൽ എൻ്റെ ഒപ്പം കഴിക്കാറില്ല. അവൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഞാനങ്ങനെ തന്നെ ശീലിച്ചു പോകുന്നു. പിന്നെ കഴിക്കാനായി പലപ്പോഴും നിർബന്ധിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കഴിയൊഴിഞ്ഞു. പക്ഷേ അവൾ നന്ദനെ ഹയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് കാത്തുകിട്ടിയ നിധി പോലെയായി നന്ദൻ. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അവൻ്റെ ഫ്ലാറ്റിൽ പോയി കഴിക്കുന്നത് അവൾ പതിവാക്കി. അക്ഷര ചിലപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങും. നന്ദൻ ഒരിക്കൽ പോലും മോശമായി അവളോട് പെരുമാറാത്തത് കൊണ്ട് എനിക്കവനെ വലിയ കാര്യമാണ്. ഒരു ജെന്റിൽമാനോട് ആണുങ്ങൾക്ക് തോന്നുന്ന ഒരുതരം ആരാധന, അങ്ങനെ വേണമെങ്കിൽ പറയാം. അവൾ കഴിക്കുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഞാൻ നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് ഉണ്ടാക്കുന്നത് അക്ഷരയ്ക്ക് വലിയ ഇഷ്ടമാണ്. അവൾ റൂമിൽ കിടക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. അതവൾ നന്ദനോട് പറഞ്ഞ് പൊലിപ്പിച്ചതുകൊണ്ട് അവൻ കുറേ നാളായി എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് നന്ദനയും ഇന്ന് നമ്മളുടെ കൂടെ ഡിന്നറിന് ക്ഷണിച്ചൂടെ എന്ന്. ആദ്യമായാണ് ഞാനുള്ളപ്പോൾ നന്ദൻ ഡിന്നറിന് വരുന്നത്. എന്നേക്കാൾ ഉയരവും നല്ല നിറവും അവനെ അക്ഷര അവളുടെ സംരംഭത്തിൻ്റെ പാർട്ട്ണറാക്കിയതുകൊണ്ട് എനിക്കവനെ വിശ്വസിച്ചുകൊണ്ട് കുറച്ചുനാൾ വേണമെങ്കിൽ മാറിയും നിൽക്കാം. എൻ്റെ തിരക്കുള്ള സമയം അവളും മൂഡ് ഓഫ് ആകാതെ ഇരിക്കും. എന്നേക്കാളും 5 വയസ്സിന് മൂത്തതാണെങ്കിലും നന്ദൻ എന്നാണ് ഞാൻ അവനെ വിളിക്കാറുള്ളൂ. അവനും അതാണ് ഇഷ്ടം. എന്താ അജയ് വൈകിയത്? ഞങ്ങൾ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു. സോറിടാ, ഈ നശിച്ച ജർമ്മനിക്കാരുടെ മീറ്റിംഗ് ഒന്ന് തീരണ്ടേ നന്ദ. അത് പറയുമ്പോഴും
എൻ്റെ തൊണ്ട ഒന്നിടറി. എന്തായാലും കേക്ക് റെഡിയാണ്. അജയ്ക്ക് വേണമെങ്കിൽ ഫ്രഷ് ആകാൻ കേട്ടോ. ആ ഓക്കെ, ഒരു 5 മിനിറ്റ്. ഞാൻ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി. ഫേസ് വാഷ് ചെയ്യുമ്പോൾ ആദ്യമായി അവൾ നന്ദൻ്റെ ഫ്ലാറ്റിലേക്ക് കഴിക്കാൻ പോകുമ്പോൾ എന്നോട് അവൾ ചോദിച്ചത് ഞാൻ ഓർത്തു. അജയ്, ഇനി അജയിനെ ഞാൻ കഴിക്കാൻ വേണ്ടി വെറുപ്പിക്കില്ല കേട്ടോ. എനിക്ക് പറ്റിയൊരു കമ്പനി കിട്ടിയിട്ടുണ്ട്. ആ, നന്ദനല്ലേ? ആ അതെ. അതെങ്ങനെ മനസ്സിലായി? നന്ദൻ എന്നെ വിളിച്ചിരുന്നു. അധികം കഴിപ്പിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനവനെ കഴിപ്പിച്ച് കിടത്തുവെന്ന് അവൾ പറഞ്ഞു. അതിനുശേഷം എത്രയോ തവണ അക്ഷര നന്ദൻ്റെ ഫ്ലാറ്റിലേക്ക് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എനിക്ക് അവളുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. എന്നെക്കൊണ്ട് അതിന് കഴിയില്ലെങ്കിൽ ഞാനൊരു മോശം കമ്പനിയാണെങ്കിൽ നല്ലൊരു കമ്പനി അവൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുടർന്നു. നന്ദു, എന്താടാ ഈ കേക്കിൻ്റെ പേര്? ഹോളിൽ നിന്നും അക്ഷര നന്ദനോട് ചോദിച്ചു. അതെന്താ അക്ഷു, നീയപ്പോൾ ആ പെങ്കൊച്ചു പറഞ്ഞത് കേട്ടില്ലേ? ബെല്ല് ചെയ്യുമ്പോൾ എനിക്കൊരു കോള് വന്നില്ലേ? ആ, അത് ശരിയാ. ഹമ്മിങ് ബേർഡ് കേക്ക്. പഴം, പൈനാപ്പിൾ ഇതിൻ്റെ ഫ്ലേവർ ആയിരിക്കും. അയ്യേ, പുളിപ്പോ? അതെനിക്കിഷ്ടമല്ല. നിനക്ക് ക്രീം ഇഷ്ടമല്ലേ? ആ, ക്രീം ഇഷ്ടം. പുളിപ്പ് എനിക്കും ഇഷ്ടം. പിന്നെ നീ എന്തിനാ ആ കടയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ വായി നോക്കാനാണല്ലേ? ആ, ആണെങ്കിൽ എന്താ? ആണെങ്കിലോ? നന്ദൻ്റെ കയ്യിൽ ആഞ്ഞൊരു പിച്ച് പിച്ചി അവൾ. അയ്യോ, എന്താ അവിടെ ഒരു കരച്ചിൽ? ഞാൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല അജയ്, അക്ഷു എൻ്റെ കയ്യിലൊന്ന് പിച്ച് ചെയ്താ. ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്ത് ടീഷർട്ടൊക്കെ ഇട്ട് ഹോളിലേക്ക് വന്നു. അപ്പോഴേക്കും മെഴുകുതിരിയൊക്കെ കത്തിച്ചുകൊണ്ട് ഡ്രീം ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അക്ഷര എന്നെ മാടി വിളിച്ചു. മാർഷലിൻ്റെ സ്പീക്കറിൽ നന്ദൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സോങ്ങായി പ്ലേ ചെയ്യാൻ തുടങ്ങി. ഞാൻ അക്ഷരയെ വാരിപ്പുണർന്നു. മതി മതി, കേക്ക് കട്ട് ചെയ്യാൻ നോക്ക്, എന്നിട്ട് വേണം വെള്ളമടി തുടങ്ങാൻ. ഞാനും അക്ഷരയും ഒരുപോലെ ഛേദിച്ചുകൊണ്ട് കേക്ക് മുറിക്കാൻ തയ്യാറെടുത്തു. ഹാപ്പി 2nd ആനിവേഴ്സറി ഡിയർ അജയ് ആൻഡ് അക്ഷു, നന്ദൻ പാടി. ഞാൻ കേക്ക് കട്ട് ചെയ്ത് ഒരു പീസ് അക്ഷരയ്ക്ക് കൊടുത്തു. അക്ഷര എനിക്കും ഒരു പീസ് തന്നു. പക്ഷേ അവൾ അടുത്ത പീസ് കട്ട് ചെയ്ത് നേരെ ഞങ്ങളുടെ പിറകിൽ നിന്ന് നന്ദന് നീട്ടി. സത്യത്തിൽ ഞാൻ അപ്പോഴാണ് അക്ഷരയെ ശ്രദ്ധിച്ചത്. ഈ ഡ്രസ്സിൽ അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു, ഞാൻ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ കഥയുടെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക.